ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ഒനിയൻ. നമ്മളൊരു പുതിയൊരു എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ സാധാരണ കഴിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തിട്ട് കാണാത്തൊരു റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് എത്തിയേക്കുന്നത്. നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിറ്റിലൊക്കെയാലും ഇഷ്ടംപോലെ ചെറുപയർ കിട്ടുന്നുണ്ടാവായിരിക്കും. അതപ്പോൾ നമ്മൾ സാധാരണ കറി വെച്ചും അല്ലെങ്കിൽ സുഗിയനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണല്ലോ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെറുപയർ വെച്ചിട്ട് എങ്ങനെയാണ് അവലോസ് പൊടി റെഡിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാം. നമുക്ക് നോക്കിയാലോ. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറുപയറാണ്. അത് നന്നായിട്ട് ഒരു 3-4 തവണ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുതിരാനൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നല്ലോണം കഴുകി എടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി സമയം വെള്ളം പോകാൻ വേണ്ടി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത് വറുത്തെടുക്കാനുള്ളതാണ്. സാധാരണ അവലോസ് പൊടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി ടൈമൊക്കെ എടുത്ത് ചെയ്യുന്ന പ്രോസസ്സായിട്ട് തോന്നും. ഇത് നമുക്ക് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടേറി കഴിയുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളമൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പൊക്കോളും. നല്ലോണം കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതിലെന്തെങ്കിലും കരടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കല്ലോ കരടോ ഉണ്ടെങ്കിൽ അത് പെറുക്കി കളയാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെറുപയർ കത്തി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളമൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും നമുക്ക് ഈ ഒരു ചെറുപയറിൻ്റെ കളർ ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലായിരിക്കുന്നത്, അതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഒത്തിരി അങ്ങോട്ട് ഡാർക്ക് കളറായിട്ടുമില്ല, ഒരു ഗോൾഡൻ കളർ എത്തുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് വറുത്തെടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, കശുവണ്ടിയും മുന്തിരിയും ചേർക്കണമെന്നില്ല. കൂടുതൽ കശുവണ്ടിയും മുന്തിരിയും ചേർക്കുവാണെങ്കിൽ നമ്മുടെ അവലോസ് പൊടിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മുന്തിരി ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മുന്തിരി നമ്മൾ രണ്ടാമത് ഇട്ടത്. അപ്പോൾ നല്ലോണം നമുക്ക് അത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ ചൂടാറി വന്നിട്ടുണ്ട്. നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലോണം ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ. അവലോസ് പൊടിയിൽ ഇത്തിരി തരി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പരുവത്തിൽ അങ്ങ് എടുക്കാം, അല്ലെങ്കിൽ നല്ലോണം ഒന്നും കൂടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഒട്ടും തരി ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുത്ത അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ പൊടിച്ചെടുത്ത ചെറുപയറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല, ചെറുപയർ പൊടിച്ചെടുത്തതാണ്. നമ്മൾ ആ നെയ്യിലേക്കാണ് അത് ചേർത്ത് കൊടുത്തത്. നെയ്യ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്തായാലും കുറച്ച് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നെയ്യിലേക്ക് ചെറുപയറിൻ്റെ പൊടി ചേർത്തപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ നെയ്യുടെ കളറൊക്കെ അതിൻ്റെ എല്ലാ സൈഡിലേക്കും ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് അളവിലാണ് ചെറുപയർ എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/2 കപ്പ് തന്നെ ശർക്കരയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാവുന്നതാണ്. തേങ്ങ ആയാലും കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടി വരുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിലുള്ള ശർക്കരയും തേങ്ങയാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത്. നല്ല ഡാർക്ക് കളറുള്ള ശർക്കരയാണ്. ഇനി അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഉരുക്കി വന്നോളും, എല്ലാം കൂടെ നല്ലോണം മിക്സായിട്ട് വന്നോളും. ചെറുപയർ ഓൾറെഡി വറുത്തിട്ട് പൊടിച്ചെടുത്തേക്കുന്നത് കൊണ്ട് നമ്മൾ പൊടി ഒത്തിരി നേരം വറുത്തെടുക്കുന്നില്ല. ഓൾറെഡി ചെറുപയർ വറുത്തിട്ടാണല്ലോ നമ്മളത് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നെയ്യുടെ അളവ് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നല്ലോണം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ടേസ്റ്റോടുകൂടി കഴിക്കാം. കുട്ടികൾക്കൊക്കെ ആയാലും ഒത്തിരി ഇഷ്ടപ്പെടും. ശർക്കരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ മധുരത്തിലൊക്കെ കുട്ടികൾ അത് കഴിച്ചോളും. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ ചെറുപയർ എന്ന് പറയുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് എല്ലാവർക്കും അത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇനിയും വ്യത്യസ്തമായൊരു വിഭവമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.